കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് തലകറക്കം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഡോക്ടർ അഡ്മിറ്റ് ആവാനും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോൾ ക്യാഷ്ലെസ് റിജക്റ്റ് ചെയ്തു കമ്പനി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കാറുണ്ട്. ഈ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അതിനുശേഷം ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. അതായത് ഡയഗ്നോസിസ് മാത്രം നടന്നുകൊണ്ടിരുന്നത് 2 ദിവസം. അത് കഴിഞ്ഞിട്ടൊന്നും മാറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞപ്പോൾ ഡിസ്ചാർജും ആയി. പക്ഷേ ഡയഗ്നോസിസും ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റും വേണം. അതായത് എന്താണ് ഒരു രോഗം ഡയഗ്നോസിസ് ചെയ്യണം. അതിനുശേഷം ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ പോലും ഡോക്ടറെ അങ്ങനെ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റീഇംബേഴ്സ്മെൻറ്റ് പാസ്സാവും. ഡയഗ്നോസിസും ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റും ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പം അത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാഷ്ലെസ് ക്ലെയിം ആവുന്നത്. അത് നമ്മൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള എല്ലാവരും അവെയറായാൽ നല്ലത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.